ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ വലിയൊരു ഐറ്റം ഒന്നുമല്ല ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. സദ്യയിലൊക്കെ ഈ ഒരാൾ എനിക്ക് നിർബന്ധമാണ്. പിന്നെയും ഞാൻ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ് പുളിയിഞ്ചി. പുളിയിഞ്ചിനെ പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത്. ചിലർ ഇഞ്ചൻ പുളി എന്ന് പറയും, ചിലർ പുളിയിഞ്ചി എന്ന് പറയും, ഇഞ്ചിക്കറി എന്ന് പറയും, ഇഞ്ചി അച്ചാർ എന്ന് പറയും, ഇഞ്ചിക്കൂട്ടൻ, അങ്ങനെ പല പല പേരുകളാണ്. നമ്മളിവിടെ പുളിയിഞ്ചി എന്നാണ് പറയാറ്. അപ്പം ഈ വർഷത്തെ വിഷുവിന്, കഴിഞ്ഞ വിഷുവിന് ഞാൻ സദ്യ ഒറ്റയ്ക്ക് എല്ലാ ഐറ്റംസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വിഷുവിൻ്റെ അന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു എൻഗേജ്മെൻറ്റിന് പോയേക്കായിരുന്നു. പിന്നെ ചേച്ചിയും ഞാനും യാമി മോളും എൻ്റെ അമ്മൂമ്മയും എൻ്റെ ചിറ്റയുടെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹെൽപ്പിങ്ങിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാമി മോളെ നോക്കാൻ തന്നെ ഒരാൾ വേണം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിരുന്നു എനിക്ക്. പിന്നെ തലേ ദിവസമൊക്കെ അമ്മ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു. ഒരു വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് എൻഗേജ്മെൻറ്റിന് പോയത്. അപ്പോൾ തലേ ദിവസം അതിൻ്റെ 2 ദിവസം മുന്നേ കേട്ട് ഞാൻ കുറച്ച് ഐറ്റംസ്, ഈ അച്ചാർ ഐറ്റംസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് വെച്ച പുളിയിഞ്ചി കഴിഞ്ഞ ദിവസം അത് തീർന്നു. അപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കുറച്ചും കൂടി അത് ഉണ്ടാക്കാം അല്ലേ, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു പുളിയിഞ്ചി കുറച്ച് ഇന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ്, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ക്രേവിങ് എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. ഈവൻ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിയാതെ കുറച്ച് നാൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എപ്പോഴും പുളിയിഞ്ചി കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നുമായിരുന്നു. പുളിയിഞ്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന പുളിയിഞ്ചി എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിയാണ്. അതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് 4 months ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ എന്ന് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ പുളിയിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പുളിയിഞ്ചി എന്നല്ല പറയുന്നത്, വേറെന്തോ പേരാണ് പറയുന്നത് വർക്കല സൈഡിലൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് പല സ്ഥലത്തും ഇത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പുളിയിഞ്ചിക്കറി പല ടൈപ്പിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് ഞാനിങ്ങനെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും നിങ്ങളെയൊക്കെ കാണിക്കണം, എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ കാണിക്കണം, അതൊക്കെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം കുഞ്ഞിനെയും വെച്ചുകൊണ്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടി. കാരണം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി ചെയ്യണമല്ലോ. കാരണം വീഡിയോ എടുക്കാനാകുമ്പോഴത്തേക്കും നമുക്കത് ക്യാമറ വെക്കാനും ഒക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രൈപ്പോയിഡോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ ആണ് വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് അപാകതകളുണ്ടാവും, കാരണം ഒത്തിരി എനിക്ക് അങ്ങനെ ഭീകരമായിട്ട് ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ, എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, ഞാൻ തപ്പിക്കുന്നു, അല്ലാതെ ഒരുപാട് എഡിറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആവശ്യമില്ലാത്ത പോർഷൻസ് ജസ്റ്റ് കട്ട് ചെയ്യുന്നു, അത് അത്രമാത്രമാണ് എൻ്റെ എഡിറ്റിങ്, അല്ലാതെ വേറൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് വീഡിയോസ് എടുത്തു തരാനും ഇവിടെ ആരുമില്ല, പിന്നെ ട്രൈപ്പോയിഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ വേണം വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ ഒരു ദിവസത്തെ വ്ളോഗ് ചെയ്യാതിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിന് ആ സദ്യ കൊടുക്കുന്ന ഇലയിട്ട് സദ്യ വിളമ്പുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒക്കെ നടക്കുമോ, എല്ലാം ഉണ്ടാക്കി കഴിയുമോ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി അടുത്ത ഓണം ഇനിയും വരുന്നുണ്ടല്ലോ, ഓണവും വിഷുവൊക്കെ ഇനിയും വരുന്നുണ്ടല്ലോ. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ, ഒന്നും മുൻകൂട്ടി പറയുന്നില്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഞാനന്ന് വ്ളോഗ് ചെയ്യും, എന്നിട്ട് ഞാൻ എൻ്റെ ചാനലിലിടും, ഫുൾ വീഡിയോ വ്ളോഗ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്ന പുളിയിഞ്ചിയാണ്. അപ്പം ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും
ഇങ്ങനെയല്ല എന്നാരും പറയരുത് കേട്ടോ. കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിലാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, ഇപ്പോൾ വർക്കലയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല പുളിയിഞ്ചി വെക്കുന്നത്. അതുപോലെ എൻ്റെ അമ്മൂമ്മ വെക്കുന്നത് വേറൊരു രീതിയിലാണ്, ഞാൻ വെക്കുന്നത് വേറൊരു രീതിയിലാണ്. അതുപോലെ ഇഞ്ചിക്കറിയുടെ കളറ് തന്നെ ഡിഫറെൻ്റ് ആണ്. വർക്കലയിൽ അമ്മാമ്മ വെക്കുമ്പോഴത്തേക്കും ഒരു ബ്രൗണിഷ് കളറാണ് ഇഞ്ചിക്കറിക്ക്. എൻ്റെ അമ്മൂമ്മ വെക്കുമ്പോഴത്തേക്കും ഒരു ബ്ലാക്കിഷ് കളർ വരാറുണ്ട്. ഞാൻ വെക്കുമ്പോൾ നല്ലോണം ചുവന്നാണ് ഇരിക്കാറ്. പക്ഷേ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി നല്ലതാണെന്ന്. എനിക്ക് അതിൽ പരം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മൂമ്മ അത് മാത്രം കുട്ടിയൊക്കെ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള 2 പോർഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ ഇഞ്ചിയുടെ ആ തൊലി കളയുമല്ലോ അത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇഞ്ചി അരിയുക എന്നുള്ളത്. ഇഞ്ചി അരിയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കണ കാര്യം, അത് അരിയുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. അത് അരിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കൈയിൻ്റെ ഉള്ളൊക്കെ നല്ലോണം പുകച്ചിലുണ്ടാവും. എനിക്കങ്ങനെയാണ്. അത്യാവശ്യം എരിവുള്ള കുറച്ച് കറി കൂട്ടുകയാണെങ്കിലും എൻ്റെ കൈയിൻ്റെ ഈ ഉള്ളം കൈയൊക്കെ നല്ലോണം പുകയും. അപ്പോൾ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ആൾ ഇഞ്ചിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചിന് ഒത്തിരി ഒരു ക്വാണ്ടിറ്റി ഇഞ്ചി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോഴത്തേക്ക് നല്ലോണം പുകച്ചിലുണ്ടാവും. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് എനിക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചിയുടെ തൊലി കളയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് ഒരു 10 to 15 മിനിറ്റ്സ് മുമ്പ് ഞാൻ എന്തോരം ഇഞ്ചിയാണോ അതിനാവശ്യം അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ആ തൊലി കുറച്ച് കുതിർന്നിരിക്കും. അപ്പം നമ്മൾ പിച്ചാത്തി വെച്ച് നല്ലോണം ചിരണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് വേഗം എളുപ്പനെ അതങ്ങ് പോകും. പിന്നെ നമ്മൾ അധികം കിടന്ന് ഫോഴ്സ് ചെയ്യുകയൊന്നും വേണ്ട. എളുപ്പത്തിൽ നമുക്കത് ചെയ്ത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് രണ്ടാമത്തെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പുകച്ചിൽ വരുന്നത്. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കയ്യുറയൊക്കെ ഇട്ട് ചെയ്യുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും എടുക്കുമ്പോഴാണെങ്കിലും എനിക്ക് അതിൻ്റേതൊരു രീതിക്ക് ചെയ്യണം. ഈ കയ്യുറ ഇട്ട് ചെയ്യുന്നതും അതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് രണ്ട് കയ്യിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് അരിയുമ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എരിവുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുകച്ചിൽ ഇത്തിരി ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അതിനുവേണ്ടി ചെയ്യുന്ന 2 ടിപ്പ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും കേട്ടോ. ഞാൻ ഇത്ര വലിയ സംഭവമായിട്ടൊന്നും പറയല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ 2 കാര്യങ്ങൾ മീൻസ് ഞാൻ കുക്കിംഗ് വീഡിയോ കാണിക്കുന്നതിന് മുന്നേ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ആ ടൈമിൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നതിന് വോയിസ് ഓവർ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇരുന്ന് പറയുന്ന വീഡിയോ പോലെ അല്ലല്ലോ. കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഇഞ്ചി അരിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ മോൾ എണീക്കുക. അപ്പോൾ അവളുടെ പുറകെ ഒന്ന് പോകണം. പിന്നെ അവൾക്ക് ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് കംപ്ലീറ്റായിട്ട് ഇതേന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വിട്ടുപോയാലോ പറയാൻ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ പോയിന്റ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് ചിലപ്പോൾ കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും ഇല്ല, ഫോണിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ തന്നെ വേണം വീഡിയോ എടുക്കാൻ. ഇവിടെ ആകെ ഞാനല്ലാതെ പിന്നെ അമ്മയാണുള്ളത്. അമ്മ യാമീനെ നോക്കി എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അമ്മ യാമീനെ നോക്കേണ്ടതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഞാൻ ഇത്രയും ഇഞ്ചിയാണ്, കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇഞ്ചിയുടെ പുറത്തൊക്കെയുള്ള ആ ഒരു അഴുക്കും അതുപോലെ തന്നെ ആ തോലാണെങ്കിൽ തന്നെ നമുക്ക് വേഗം തന്നെ എളുപ്പനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് കുറച്ചധികം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വലുതായിട്ട് തന്നെയാണ് നുറുക്കി എടുത്തിരിക്കുന്നത്, ചെറുതായിട്ടൊന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വലുതാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചി കൂടാതെ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. 3 പച്ചമുളക്, ബുള്ളറ്റ് ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ നീളനെയുള്ള മുളക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ അതുള്ളതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെ കരിവേപ്പില കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാ കറികളിലും ഞാൻ കുറച്ചധികം തന്നെ കറിവേപ്പില ഇടും.
പിന്നെ എടുത്തിരിക്കുന്ന വറ്റൽമുളക്, ഇത് 2 എണ്ണം രണ്ടായിട്ട് ഇങ്ങനെ കീറി വെച്ചേക്കുകയാണ് വറ്റൽമുളക്. അത് വറവിടാൻ വേണ്ടിയിട്ടാണ്. വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ അടികട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടി എടുക്കുക. ഇതുപോലെയുള്ള ചീനച്ചട്ടിയിലാണ് ഞാൻ ഇഞ്ചിക്കറി, അച്ചാറുകൾ, കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതെടുക്കുക. ചട്ടി നല്ലോണം ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. മറ്റുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഈ കേരള സദ്യയിലെ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കുക. ഇനി നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയിലേക്ക് ആ നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അധികം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, പക്ഷേ ആ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മൊരിയിച്ചെടുക്കുക. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സിയിൽ അത് ക്രഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പുളിയിഞ്ചിക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും കഴിക്കുമ്പോൾ. ഞാൻ ഈ ഇഞ്ചി കഷ്ണങ്ങൾ തട്ടിയ സമയത്ത് 2 വേപ്പിലയും വിട്ടുപോയിട്ടുണ്ട്. പോട്ടെ, ഇനിയിപ്പോൾ അതും ഇരിക്കട്ടെ. എന്നിട്ട് നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. കളർ മാറുമ്പോഴും അതുപോലെ സ്മെല്ല്, വെളിച്ചെണ്ണയിൽ കിടന്ന ഇത് ആ റോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു സ്മെല്ല് വരും ഇത് മൂക്കുമ്പോൾ. ആ പാകമാകുമ്പോൾ അതിനനുസരിച്ച് ഇഞ്ചിയുടെ കളറും മാറും, അതുപോലെ തന്നെ അതിന് ആ സ്മെല്ലും നമുക്ക് വരും. ഒരു സദ്യയുടെയൊക്കെ മണം, ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് ഫുൾ ഒരു സദ്യ ഉണ്ടാക്കിയ മണമായിരിക്കും നമ്മുടെ വീട് മുഴുവനും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ നല്ല മണമായിരിക്കും. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ മൂത്ത് കിട്ടുന്നുണ്ട്, അധികം ഡീപ്പ് ഫ്രൈ ആവണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് മാറ്റണം നമുക്കിനി ചീനച്ചട്ടിയിൽ നിന്ന്. കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞിട്ടേ നമുക്ക് മിക്സിയിൽ ഇതിന്നിട്ട് ക്രഷ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ, എന്നിട്ടൊന്ന് ചൂടാറ്റുക. അപ്പോൾ മിക്സിയിൽ ഒരു വട്ടം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ യൂസ് ചെയ്ത എണ്ണയിൽ തന്നെ അങ്ങ് കടുക് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ വറ്റൽമുളകും അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അധികം എനിക്ക് മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഞാനൊരു 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ള ഒരാളാണ്, അതുപോലെ എൻ്റെ വീട്ടിലുള്ളവർക്കും എരിവ് അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ഇടുന്നതുകൊണ്ട് ഭയങ്കര ഭീകരമായ എരിവൊന്നും ഉണ്ടാവില്ല, കളർ നല്ലോണം ഉണ്ടാവുന്നേ ഉള്ളൂ, എരിവ് ഓവറായൊന്നും പോവില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 സ്പൂണ് ഞാൻ ഇടുന്നുണ്ട്. 3 സ്പൂൺ നിറയെയല്ല, കുറച്ചേശയാണ് ഇട്ടിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം കളറൊക്കെ വേണമല്ലോ, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. എരിവ് ഓവറായൊന്നും പോവില്ല കേട്ടോ, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ എരിവ് ഓവറാവില്ല. അപ്പോൾ മുളക് പൊടിയും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഒരിക്കലും ഓവറായി പോകരുത് കേട്ടോ, കാരണം പുളിയിഞ്ചിക്ക് ഒരിക്കലും മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ വരരുതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇനി കുറച്ച് പുളിവെള്ളമാണ് നമ്മൾ ഇതിനാവശ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു പാത്രത്തിൽ, ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പുളി ഞരടി പിഴിഞ്ഞ വെള്ളം. അപ്പോൾ നേരത്തെ ആ പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് നമ്മുടെ ഈ പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ചൂടാക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടാൽ നമുക്ക് ആ പാകം അറിയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഓവർ ആക്കരുത്, കാരണം കയ്പ്പ് കുത്തും, അതുകൊണ്ട് കുറച്ച് മാത്രം ഇടുക. കുറച്ച് ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തോരം വെള്ളം വേണോ അതനുസരിച്ച് ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് തന്നെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കണം. എൻ്റെ ഈ കുട്ടി ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്